ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ 160 മോഡൽ വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞത് ജനറൽ സർവീസ് റണ്ണിങ്ങിൽ വണ്ടി ഓഫായി പോകുന്നുണ്ട്. പിന്നെ ടയറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ ഓയിൽ ചെക്കപ്പ്, വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം നമുക്ക് 2660 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റിയതിന് ശേഷം. ഇനി നിസ്സാരം കൂടി ഓടാനുള്ളൂ. ഏകദേശം ഒരു 300 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഇനി എഞ്ചിൻ ഓയിൽ ഓടാനുള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ കൂടെ ഓയിൽ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഇഗ്നീഷ്യസ് സ്വിച്ചിൻ്റെ ആണ്, ഈ താക്കോൽ സ്വിച്ചാണ് അതിൻ്റെ കംപ്ലയിൻ്റ് കേട്ടോ. അത് ഇടയ്ക്ക് കോൺടാക്റ്റ് കട്ടായി പോകണമെന്നാണ് വണ്ടി ഓഫ് ആകാനുള്ള കാരണം. വേറെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഓടിക്കുമ്പോൾ വേറൊരു കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. പ്രത്യക്ഷത്തിൽ കാണുന്ന കംപ്ലയിൻറ്റ് ആ ഇഗ്നീഷ്യസ് സ്വിച്ചിൻ്റെയാണ്. അപ്പോൾ ആ കീസെറ്റായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും. പിന്നെ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ, കമ്പനി ലൈനർ കിടക്കണേ, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ചെയ്താൽ മതി. പിന്നെ ബാക്ക് ടയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ എയർ പ്രഷറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ടയറൊക്കെ പുതിയ ടയർ കിടക്കണം കേട്ടോ. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്താൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്ക് ടൈറ്റ് ചെയ്തിടാം. എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്റർ നമുക്ക് കിടക്കണേ, കമ്പനി ഫിൽറ്റർ തന്നെയാണ്. ഡാമേജ് പൊടിയോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ആയിട്ടില്ല. ചെറുതായിട്ട് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് പവർ സോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കുന്നത്. 2024 വെച്ചാണ് ബാറ്ററിയാണ്. അപ്പോൾ ഏകദേശം ഒരു വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആയിരിക്കും. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.27 വരെ തന്നെയുണ്ട്. നിലവിൽ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ബാറ്ററിയുടെ ഭാഗം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓക്കെയാണ്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും വണ്ടി ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട്. ഈ സൈഡ് ഓയിൽ സീൽ ലീക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ അങ്ങനൊരു കംപ്ലയിൻറ്റ് പൈപ്പിൻ്റെ ഭാഗത്ത് കാണുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ഈ സൈഡിലത്തെ റൈറ്റ് സൈഡ് പൈപ്പിൻ്റെ ഇവിടെ പ്ലേറ്റിംഗ് ഒക്കെ പോയിട്ട് തുരുമ്പൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് നമുക്ക് ഓയിൽ ലീക്ക് കണ്ടപ്പോൾ ഞാനത് ചെക്ക് ചെയ്തെന്നുള്ളൂ. അത് മിക്കവാറും അത് അഴിച്ച് ചിലപ്പോൾ പൈപ്പ് മാറ്റിയിടേണ്ടതായിട്ടൊക്കെ വന്നേക്കും. കാരണം ഓൾറെഡി ആ സൈഡ് പൈപ്പ് കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ തന്നെ അനുസരിച്ചിട്ട് അതിൻ്റെ പ്ലേറ്റിംഗ് ക്വാളിറ്റിയും പോയിട്ടുണ്ടാവും. അപ്പോൾ അഴിച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഫോർക്ക് പൈപ്പ് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ടെങ്കിൽ പറയണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അഡീഷണൽ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഒരു എസ്റ്റിമേറ്റിൽ അതൊന്നും ഉൾപ്പെടുത്തണില്ല കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഫോർക്ക് ലീക്ക് ഉണ്ട്, നല്ല രീതിയിൽ ഓയിൽ ലീക്കായിട്ട് പൊടി പിടിച്ചിരിക്കണമെങ്കിൽ കാണണേ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡും ലീക്കേജ് കാണിക്കും. പിന്നെ ഫ്രണ്ടിലത്തെ ആയാലും വീൽ ബെയറിംഗ് ആയാലും നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഏകദേശം ഒരു പകുതിയോളം ഉണ്ട് ഉപയോഗിക്കാൻ. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രാക്കറ്റൊക്കെ ഗ്രീസ് ചെയ്യാനും വേണ്ടി അഴിച്ചാണ്. ബ്രേക്ക് പാഡൊക്കെ പുതിയ പാഡാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ബൂട്ട് സെറ്റ് ഒന്ന് മാറ്റിയിട്ടേക്കാം. റബ്ബറിൻ്റെ കാളിപ്പർ ബ്രാക്കറ്റിൻ്റെ ബൂട്ട് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പ്ലേറ്റിങ്ങിൻ്റെ ഫോർക്ക് പൈപ്പിൻ്റെ പ്ലേറ്റിംഗ് ഉണ്ട്. ഈ സൈഡ് മൊത്തം തുരുമ്പൊക്കെ ഇട്ട് പൊളിഞ്ഞൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അഴിച്ചാൽ ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കും എന്നുള്ളത്. കാരണം ഇതേപോലെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ആ പ്ലേറ്റിംഗ് ക്വാളിറ്റി പ്രോബ്ലം വന്നിട്ടാണ് ഈ വന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നുമല്ല പരമാവധി അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ അഴിച്ചാൽ മാറ്റാൻ കണക്കാക്കി അഴിക്കുക. പാർട്സ് മാറ്റിക്കളെ ആ പ്രോബ്ലം അവിടെ തീർന്നുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഹോൾസെയിൽ മാത്രം മാറ്റുമ്പോൾ ഈ സൈഡ് കാര്യം ലീക്ക് ഉള്ളതെങ്കിൽ നമ്മൾ അഴിക്കുമ്പോൾ രണ്ടും കൂടി അഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പ്രോബ്ലം തന്നെ കേട്ടോ. നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞായി. പിന്നെ അതേപോലെ സ്പാർ പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 300 കിലോമീറ്റർ കൂടെയൊക്കെ ഓടാനുണ്ട്. പക്ഷേ അതിനകത്ത് കളറൊക്കെ നോക്കുമ്പോൾ വലിയ മോശമായിട്ട് തോന്നണമെന്നില്ല. പക്ഷേ ഏകദേശം ഒരു 300 കിലോമീറ്റർ കൂടെ ഓടാനുള്ളൂ. പിന്നെ അതിന് വേണ്ടിയിട്ട് കയറ്റണയിൽ നല്ലത് കൂട്ടത്തിൽ മാറ്റി പോകുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് എഞ്ചിൻ ഓയിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ. പിന്നെ നമുക്ക് അതിൻ്റെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും നിലവിലില്ല. അത് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ പ്രശ്നങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. കാർബറേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വരുന്നതല്ല. പ്രത്യേകിച്ചൊരു കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗം തൊടാതിരിക്കണം നല്ലത്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ E20 പെട്രോളാണ്. ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. കാരണം എത്തനോൾ മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ എത്തനോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ മൂലം കാർബറേറ്ററൊക്കെ ദ്രവിച്ചു പോകുന്ന ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് കോമണായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അഴിക്കാതിരിക്കണമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാനിപ്പോൾ ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന അത്യാവശ്യം ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാകാം. നിലവിൽ നമുക്ക് എൻ്റെ ബ്രാക്കറ്റ് ബൂട്ട് കാര്യങ്ങൾ മാറ്റാനുള്ള അപ്പോൾ എഞ്ചിൻ ഓയിൽ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഇനി 300 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം മാറ്റിയ പറ്റി ആ രീതിയിൽ നമുക്ക് എഞ്ചിൻ ഓയിലിൽ ഇത് കട്ട് ചെയ്ത് കളയാം. എന്തായാലും വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് വിളിക്കാം. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ.